स्कूल कौन जाएगा स्कूल आज आज छुट्टी नहीं है क्यों मंडे आज ही मंडे അങ്ങനെ നടന്ന് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് അറിയ പോലില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. കേറി ഒരു മിനിറ്റ് സ്റ്റോപ്പ് ഇനി നിർത്തിക്കോ ഇനി പോണ്ട ട്രെയിനിൽ നമ്മൾ കയറിയിട്ടില്ല. ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് പരിപാടി. അത് കാരണം സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ എവിടെ വ്യൂ അടിപൊളിയാണ്. നമ്മൾ ടെൻസിങ് റോക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഉണ്ട് തോന്നുന്നില്ല. കാരണം ടെൻസിങ് റോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഭയങ്കര സെറ്റപ്പ് കരുതി. ഈ പാറക്കഷ്ണാണ് ഗൈസ് ടെൻസിങ് റോക്ക്. തിരിയാളിയാ ഈ ചാവി വീണോ? ഹെൽമെറ്റ് എടുക്കണ്ട, ഹെൽമെറ്റ് ആരും കൊണ്ടുപോലേ ഇതൊക്കെ ചെയ്യൂലേ. ഇതാണ് ടെൻസിങ് റോക്കിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ടെൻസിങ് റോക്ക്. അപ്പോൾ ഇതാണ് ഗായ്സ് ഇവിടുത്തെ പരിപാടി. നമുക്ക് വേണമെങ്കിൽ റോക്ക് ഒന്ന് ക്ലൈം ചെയ്യാം. നമ്മൾ ആ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. എൻ്റെ പാർട്ണർ ഇവിടെ ഫുഡ് എന്തോ കണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കയറണോ?
ഇവർക്ക് ഈ ലെവൽ പറ്റൂല എന്നാ പറയുന്നത്. കാരണം അവന് ഇത് ബെൽറ്റ് കയറിയെന്നാണ് ബുഡൽ വിടുന്നത്. പക്ഷേ മുഖം എന്തോരം അപ്പോൾ സെറ്റാണ്. 520 രണ്ടാൾക്ക് ആൻഡ് നല്ല ബന്ധപ്പെട്ട വരിയുണ്ട്. വരി കാണിച്ചു വിടണം. हेलमेट इधर रखिएगा भाई. ശങ്കരാടി പോയാൽ ഇതൊന്നും മുണ്ടാതെ നമ്മളെ കൊണ്ടുവന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറക്കി. ഇപ്പം നല്ല പോസ്റ്റായി. ഇതേപോലെ ആൾക്കാരെ ഭയങ്കര പോസ്റ്റ് ഞാൻ പറയും. നല്ല പോസ്റ്റ് അല്ല മൊത്തത്തിൽ ഒഴിവാക്കേണ്ടി വരില്ല ബ്ലോഗ്. റോപ്പ് വേ കഴിഞ്ഞു കഴിച്ച്. അതായത് ഏകദേശം ഒരു 2.5 മണിക്കൂർ അങ്ങോട്ട് തീരുമാനമായി. അപ്പം അതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മളൊരു മോമോസ് അടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്തുള്ള കടയിൽ കയറിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റി മോമോസാണ്. നമ്മളിപ്പോൾ പീസ് പകോഡ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലെത്തിയിട്ടുണ്ട്. ഇവിടെ സമയം 5:30 ആയിട്ടുള്ളൂ. ബട്ട് നമ്മളെ നാട്ടിലൊരു 8-9 മണിൻ്റെ എഫക്റ്റാണ്. ഓൾറെഡി പാതിരായ പോലെ ഉണ്ട്. മുകളിൽ പോയി അവരെ പ്രയർ നടക്കുകയാണ്. നമ്മൾ കുറേ ഇരുന്ന് ചെയ്തു. അതായത് ഒരു ഡ്രം പോലത്തെ സാധനത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു വേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കറക്റ്റ് നമുക്കറിയാം. പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നവർ പ്രത്യേകം പറഞ്ഞു. അത് കാരണം ഇതാണ് പീസ് പഗോഡ. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇറ്റലി, പിന്നെ USA. ഈ ടെമ്പിളിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് അതിൻ്റെ അകത്ത് കുറേ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യത്ത് ഈ സെയിം സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ ഗായ്സ്. തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നല്ല തണുപ്പുണ്ട്. വല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഡാർജിലിംഗ് വന്നതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഇതാണെന്ന് തോന്നുന്നു. കാരണം ആ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള അവരുടെ പ്രയർ സെറ്റപ്പ് കാര്യങ്ങളും പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി. അവിടെ ഉണ്ടായിരുന്ന മോങ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഈ സെറ്റപ്പും കാണാൻ നല്ല രസമുണ്ട്.
ഓക്കെ ഗൈസ്, വിടാം. ഇനി നാളെ രാവിലെ. ഇനി രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചിന്, പക്ഷെ കഠിന വിശപ്പ്. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ ഇറങ്ങിയതാ. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റിൽ കുറേ ഫുഡ്സ് കണ്ടു. സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറേ ഐറ്റംസ് ഉണ്ട്. കഴിച്ചോക്കാൻ നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷെ കഴിച്ച വയറിന് പണി കിട്ടിയാലേ നാളത്തെ വണ്ടിക്ക് വിടാനുള്ളത് നമുക്ക് ഉണ്ടാവുമെന്തോ. ആളുകളൊക്കെ ഫുള്ള് സെറ്റപ്പായിട്ട് കഴിക്കുന്നുണ്ട്. നല്ല റഷുണ്ട്. ഓരോ സ്ഥലത്തൊക്കെ നല്ല ആളുകളുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ധൈര്യക്കുറവ് കാരണം നാളെ മേഘാലയക്ക് പോകാനുള്ളതാണ്. കോയിൻ്റെ ഒക്കെ കാലിൻ്റെ വലുപ്പം ഹെവിയാണ്. ഇത് കഴിഞ്ഞ് നേരെ സ്ട്രീറ്റിലേക്ക് ഇങ്ങോട്ട് കയറി. ഇവിടെ ഗൂഗിളിലൊരു ഷോപ്പ് കണ്ടിട്ട് അവിടെ പോവാന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിക്കാൻ ഒരു തെക്കവാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അതിൽ തുക്പാസ് ആൻഡ് രാമൻ ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി വന്നിട്ട് അറിയാം എന്താണ് അവസ്ഥ എന്ന്. സാറ് വിശപ്പിൻ്റെ കാഠിന്യത്തിലിരിക്കുകയാണ്. സാധനം ഇതാണ് തുക്പാസ്, ഇതാണ് രാമൻ. അപ്പൊ തുക്പാസ് നമുക്ക് ആദ്യം ടേസ്റ്റ് അടിച്ച് നോക്കാം. സൂപ്പില് നമ്മുടെ നൂഡിൽസിന്റെ വലിയൊരു നൂഡിൽസ് പോലത്തെ സാധനം ഇട്ടതാണ്. ഇത് നമ്മളെ സാധാ മാഗിന്റെ നൂഡിൽസ് തന്നെ വന്നിട്ടുണ്ട് രാമനിലുള്ളത്. കണ്ടിട്ട് അത്ര തടിയില്ല. കൂടെ നോക്കട്ടെ. അടിപൊളിയാണ് ഗൈസ്. രണ്ടും അടിപൊളിയാണ്. ഇത് ഫിനിഷ് ആക്കട്ടെ നമ്മുടെ. അങ്ങനെ തുപ്പയും രാമനും കഴിച്ച് നമ്മൾ ഇറങ്ങി. വയറ് എന്താ ഒരു ബ്ലോട്ടായ പോലെ ഉണ്ട്. തുപ്പ അവസാനത്തേക്ക് എത്തിയപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ. മുളവെള്ളം കുടിച്ച പോലെ എന്നാണ്. മുളവെള്ളം എന്ന് പറഞ്ഞാൽ മുളക് ഇട്ട വെള്ളം, അതാണ് മുളവെള്ളം. അത് കുടിച്ച പോലെ ഉണ്ടെന്നാണ് സാറ് പറയുന്നത്. അപ്പൊ പോയി കിടന്നുറങ്ങട്ടെ കാശ്. സമയം 3:30 ആയിട്ടുണ്ട്. മോർണിംഗ് ടൈഗർ ഹിൽസിലെ സൺറൈസ് കാണാൻ പോവാം. ഇവിടെ സൺറൈസ് ഒക്കെ വളരെ വളരെ നേരത്തെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. इधर निकलिएगा, ठीक है? एकदम टॉप पे सामने, थोड़ा है सामने. आराम से जाइएगा, बहुत टाइम है. आराम से जाइएगा, ठीक है? जाने का टाइम है. आने के लिए डाउन. സൺറൈസ് കാണാൻ ടൈഗർ ഹിൽസിൽ എത്തിയിട്ടുണ്ട്. ജനസാഗരമാണ് ഇവിടെ എന്ന് പറഞ്ഞ അവസ്ഥ. ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഏകദേശം പരിപാടി സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ. ഏകദേശം വെളിച്ചം വന്നു. കടലോണ്ടി വാവുത്സവത്തിന് പോയ മാറിയുണ്ട്. ഇഷ്ടം പോലെ ആള്. സൂര്യൻ മാത്രം വന്നില്ല. വരുമെന്ന പ്രതീക്ഷയോടെ ഒരുവിധം കുത്തിക്കേറി നമ്മൾ ഫ്രണ്ടിലെത്തി. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആരുടെയൊക്കെയോ വ്യൂ മിസ്സായോ എന്നൊരു സംശയമുണ്ട്. സൂര്യൻ ഇതുവരെ വന്നിട്ടില്ല. സൂര്യൻ വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് നേരെ ചെന്നിട്ട് കാഞ്ചൻജംഗൻ്റെ മുകളിലാണ് വീഴുക. അതാണ് കാഞ്ചൻജംഗ, ഇന്ത്യയിലെ ഹൈയസ്റ്റ് പീക്ക്. അടിപൊളി വ്യൂ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ പാർട്ട്ണർ മിസ്റ്റർ സാർ ഷിയാബ്. സൂര്യൻ പുറത്തേക്ക് വന്നില്ല ഗായ്സ്. പക്ഷെ ആ വെളിച്ചം, ആ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മുടെ
കാഞ്ചൻജംഗയുടെ മുകളിൽ വന്നിട്ട് അടിക്കുന്നത് ഇറ്റ്സ് വർത്ത്. നല്ല വ്യൂ ആണത് ആക്ച്വലി. സൈഡ് എടുക്കണ്ടല്ലോ. സോ നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തു ഡാർജിലിംഗിൽ. ഇനി ഇവിടുന്ന് ചോരസ്ത ഈ പാർക്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കുന്നു. ടൈം ഒരുപാടുണ്ട്. രാത്രി 10:45 നമ്മുടെ ട്രെയിന്. ഇവിടുന്ന് ഇനി സിലിഗുരിയിലേക്ക് ഷെയർ ടാക്സി എടുത്തിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റ് ടു മേഘാലയ. സോ താങ്ക് യു.